2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണോ CJPയുടെ പ്രതിഷേധവും വലിയ പ്രക്ഷോഭവും എന്ന ചോദ്യം ഉയരുകയാണ്. ബഷീർ, വളരെ നാടകീയമായ സംഭവം എന്ന് നമുക്ക് പറയാം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി. BJPയെ സംബന്ധിച്ച് യഥാർത്ഥത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നതിനേക്കാൾ ഇത് ഇത്രയും കാലം അത് നീണ്ടുപോയത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം BJPയുടെ വളരെ പ്രധാനപ്പെട്ട കോർ ടീമിലുള്ള ആളാണ്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും വിശ്വസ്തനാണ്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി സംസ്ഥാനങ്ങളിലെയും അല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ കൈകാര്യ കർത്തൃത്വത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ആൾ എന്ന നിലയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ യഥാർത്ഥത്തിൽ രാജി സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ ഇത് ഭരണപക്ഷത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം ആയിരിക്കും ഇതിൽ പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിലെ മറ്റു വ്യവസ്ഥാപിത പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് 1.5 മാസം മുമ്പ് 2 മാസം മുമ്പ് ഓൺലൈനിൽ രൂപപ്പെട്ട ഒരു യുവാക്കളുടെ കൂട്ടായ്മക്ക് സാധിച്ചിരിക്കുന്നത്. അതും ഒരു ട്രോൾ പേജ് പോലെ തുടങ്ങുകയും എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ പിൽക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ പിന്തുണയുമായി വന്നു ചേരുകയും ചെയ്ത, അതും പേര് തന്നെ ഒരു ട്രോൾ പോലെയാണ്. പാറ്റകളുടെ പാർട്ടി എന്ന മട്ടിൽ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന മട്ടിൽ ഒരു ട്രോൾ പേരിട്ട് തുടങ്ങിയ ഒരു പാർട്ടിക്ക് അതിൻ്റെ പേരിൽ നടക്കുന്ന ഒരു യുവജന മുന്നേറ്റത്തിന് ഒടുവിൽ അതിൻ്റെ ലക്ഷ്യം കാണാൻ കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുന്നു എന്നത് സർക്കാർ ഭയപ്പെടുകയും സർക്കാർ കീഴടങ്ങുകയും ചെയ്തു എന്നത് മാത്രമല്ല, ഇന്ത്യയിലെ ഇനിയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഈ യുവ മൂവ്മെൻറ്റിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഈ 2014 കാര്യം ഇൻട്രോയിൽ സൂചിപ്പിച്ചല്ലോ. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം ഇത് 2ാമത്തെ തവണയാണ് ഒരുപക്ഷെ ഒരു കീഴടങ്ങൽ ഉണ്ടാകുന്നത്. ആദ്യം കർഷകരുടെ സമരത്തിന് മുമ്പിലായിരുന്നു. 3 കർഷക നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനെതിരെ കർഷകരുടെ സമരം ഉണ്ടായി. അത് പക്ഷേ മാസങ്ങൾ നീണ്ട സമരത്തിന് ശേഷവും പലതവണത്തിലുള്ള ചർച്ചകൾക്ക് ശേഷവുമാണ് ആ 3 നിയമങ്ങളും പിൻവലിക്കാൻ തീരുമാനിക്കുന്നത്. അത് വലിയ ആഘാതം തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കും എന്നുള്ള ഒരു തർക്കവുമില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് അത് പിൻവലിക്കാൻ തീരുമാനിക്കുന്നത്. ഇവിടെ 28 ദിവസം സമരം ചെയ്തു. 28ാമത്തെ ദിവസം സമരം ചെയ്യുന്നതിനിടയിൽ 20 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം നടത്തി വന്നിരുന്ന സോനം വാങ്ചുക്കിനെ പോലീസ് വലിയ സന്നാഹം ഒരുക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിൻ്റെ 2 ദിവസം കഴിയുമ്പോൾ പാർലമെൻറ്റിലേക്ക് വലിയ മാർച്ച് നടക്കുന്നു. ആ മാർച്ചിനെ തടയാൻ എല്ലാ സന്നാഹവും പോലീസ് ഒരുക്കുന്നു. പോലീസിനെ, അർദ്ധസൈനിക വിഭാഗത്തെ എല്ലാവരെയും നിരത്തി വലിയ സന്നാഹം ഒരുക്കുന്നു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് സമരക്കാർ പാർലമെൻറ്റിന് മുന്നിലെത്തി അവരുടെ ആവശ്യം ഉന്നയിക്കുന്നു. ഈ പരീക്ഷാ അട്ടിമറി അല്ലെങ്കിൽ നീറ്റ്, CBSE, മറ്റ് പ്രവേശന പരീക്ഷകൾ, ഇതിൻ്റെ അട്ടിമറിക്കൊക്കെ ഉത്തരവാദികൾ നിങ്ങളാണ് എന്ന് ഭരണകൂടത്തിന് മുഖത്ത് നോക്കി പറയുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ മറ്റ് നിവൃത്തിയില്ലാതെ രാജിയിലേക്ക് പോകുന്നു. ഈ വിഷയങ്ങളുടെ ഒരു പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഇതിനെ സമരത്തെ ഇത്രയും ശക്തമാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കർഷക സമരം തീർച്ചയായും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത് ഒരു ഉത്തരേന്ത്യയിലെ ഒരു മേഖലയിൽ കേന്ദ്രീകരിച്ചായിരുന്നു. പഞ്ചാബിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരികയും പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടരുകയും ഒക്കെ ചെയ്തു. ഇത് രാജ്യവ്യാപകമാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നതാണ്. ഓരോ കുടുംബത്തിലും, എല്ലാ വിഭാഗത്തിലും പെട്ട കുടുംബങ്ങളിൽ ഡയറക്റ്റായിട്ട് പ്രത്യാഘാതമുണ്ടാകുന്നതാണ് ഈ പരീക്ഷകളിലെ ക്രമക്കേട് എന്നത്. ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. ഇന്ത്യയിൽ പരീക്ഷ എന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത, യുവജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല എന്ന ഒരു പ്രതീതി ഉണ്ടായി. അവരുടെ ഭാവി വെച്ചാണ് സർക്കാർ കളിക്കുന്നത് എന്ന തോന്നലുണ്ടായി. അപ്പോൾ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും, എല്ലാ പ്രദേശത്തുള്ള ജനങ്ങളെയും ബാധിക്കുന്നു. ഈ തലമുറയെയും അതിനടുത്ത തലമുറയെയും ബാധിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഈ വിഷയത്തിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഒരു വ്യാപ്തിയാണ് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഈ സമരത്തെ വിഷയത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഒപ്പം ഈ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള ചെറുപ്പക്കാർ, അവർ മുൻകാലത്ത് ഒരു 10-15 വർഷത്തെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായ ആളുകൾ, ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ നമ്മൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ, ഇപ്പോൾ അണ്ണാ ഹസാരയുടെ മൂവ്മെൻറ്റ് നടക്കുന്ന കാലത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ IT മേഖലയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തെരുവിലിറങ്ങിക്കൊണ്ട് സമരത്തിന് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനു മുമ്പ്
ഈ ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായ ഘട്ടത്തിലും ചെറുപ്പക്കാർ തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് ശേഷമുള്ളൊരു ചരിത്രം നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ പിന്നീട് കണ്ടിട്ടേയില്ല. ഒരു വ്യാജമായിട്ടുള്ളൊരു നിർമ്മിതി, അതായത് കാര്യങ്ങളൊക്കെ രാജ്യത്ത് വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല വലിയ തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളൊക്കെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവും രാജ്യത്തില്ല എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മറവിൽ ജീവിക്കുകയായിരുന്നു ആളുകളൊക്കെ. അതങ്ങനെയല്ല. ഇവിടെ മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട്. യുവാക്കൾ പരീക്ഷ പോലും നേരാവണ്ണം നടത്തുന്നില്ല. അത് ഈ പരീക്ഷയല്ല, നീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ തുടർച്ചയായിട്ട് അത് എന്താ പറയുക, ഒന്നുമില്ല ഇപ്പോൾ ചോദ്യപേപ്പർ ലീക്ക് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള മൂല്യനിർണ്ണയം നടക്കുന്നില്ല, അല്ലെങ്കിൽ വലിയ അട്ടിമറികൾ അതിൻ്റെ പുറകിൽ നടക്കുന്നു എന്നുള്ളത് കണ്ടിന്യൂസ് ആയി സംഭവിക്കുന്നു. മറ്റു പല പരീക്ഷകളുടെ കാര്യത്തിലും ഇതേ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് വന്നപ്പോൾ ചെറുപ്പക്കാർ ഇതുവരെ യാതൊരു വിധത്തിലുള്ള സമരത്തിനും ഇറങ്ങി പുറപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു തവണ പോലും ഒരു പോലീസ് ലാത്തിച്ചാർജ് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ചെറുപ്പക്കാർ കൂട്ടത്തോടുകൂടെ രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുന്നു. നമ്മൾ ഈ 2011 മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ അതൊക്കെ കണ്ടിരുന്നില്ല. അതുപോലെയാണ് സത്യം പറഞ്ഞ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് ശേഷമുള്ള സിനാരിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, വിപ്ലവത്തിലേക്കൊന്നും പോകണ്ട. യഥാർത്ഥത്തിൽ നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായ പോലെയുള്ള സൗത്ത് ഏഷ്യയിലെ തന്നെ ഒരു ജൻസി രാഷ്ട്രീയത്തിൻ്റെ ഒരു എമർജൻസ് ആയിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഫോർമേഷനിൽ വലിയ വ്യത്യാസം ഇതുണ്ടാക്കും. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം നീക്കങ്ങൾക്ക് നേരെ ഇനി കണ്ണടക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇത് പൊളിറ്റിസൈസ് ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാകും ഇതിനു മുമ്പിൽ കൺസീഡ് ചെയ്യേണ്ടി വരുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ഒരു സമരമാണെങ്കിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന് ബ്രാൻഡ് ചെയ്ത് അതിനെ ഒഴിവാക്കാൻ പറ്റും. ഇത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത, രാജീവ് പറഞ്ഞ പോലെ ഇതിനു മുമ്പ് സമരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ലാത്ത, അവരുടെ ജീവിതം അന്യാധീനപ്പെടാൻ പോവുകയാണ് എന്ന തോന്നലിൽ നിന്ന് തെരുവിലേക്കിറങ്ങിയ യുവാക്കളാണ് ഈ സമരത്തിലുള്ളത് എന്നതുകൊണ്ടാണ് സർക്കാർ കൺസീഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പരീക്ഷയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പലതരത്തിലുള്ള വ്യാജങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണല്ലോ ഒരുപക്ഷെ ഈ ഭരണകൂടം അവരുടെ ഒരു തുടർച്ച ഉണ്ടാക്കിയെടുക്കുന്നത് പലതരത്തിൽ. ഇതിൻ്റെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ നീറ്റിൻ്റെയും CBSEയുടെയും ഒക്കെ കാര്യങ്ങൾ വന്നതിന് ശേഷം പോലും ഭരണകൂടം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസിയെ വെച്ചിട്ടുണ്ട്. ആ ഏജൻസിയാണ് ഇത് നടത്തുന്നത്. ഞങ്ങൾക്കൊന്നും ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ആ ഏജൻസിക്കാണ് ഇതിൽ ഉത്തരവാദിത്വം. അതിൻ്റെ തലവനെ മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ മാറ്റം വരുത്തിയാൽ മതി എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ന്യായങ്ങളൊന്നും ഇനി വിലപ്പോവില്ല എന്ന് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു പക്ഷേ മുൻകാലത്ത് ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ പ്രതിപക്ഷ പാർട്ടികൾക്കും അതിൻ്റെ നേതാക്കൾക്കും ഒന്നും സാധിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കഴിയാതെ പോയത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു പുതിയ യുവാക്കളുടെ സംവിധാനം കാണിച്ചു കൊടുക്കുന്നു. രാജീവ് നേരത്തെ പറഞ്ഞു BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഈ സമരത്തിലേക്ക് യുവാക്കൾ എത്തിയിട്ടുള്ളത് എന്ന്. അടുത്ത ഒരു വർഷത്തിനിടയിൽ ഏതാണ്ട് 7ഓളം സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശ്, ഗുജറാത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ രാജ്യത്തെ യുവജനങ്ങളുടെ ഒരു മുന്നേറ്റം കൂടി ഈ രാഷ്ട്രീയ പ്രക്രിയയെ നിയന്ത്രിക്കാനുണ്ട് എന്ന അവസ്ഥ വരികയാണോ? ഏതാണ്ട് അങ്ങനെ തന്നെ നമ്മൾ കാണേണ്ടി വരും. ഇത് ഏത് വിധത്തിലാണ് ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ സംവിധാനമായിട്ട് മാറുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ CJPയുടെ കാര്യത്തിൽ CJPയുടെ സ്ഥാപകനായിരിക്കുന്ന അഭിജിത്ത് ദീപ്കെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ നിന്നും മാറി ഇതിനൊരു സംഘടനാ രൂപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പിൽക്കാലത്ത് നടന്നത് നമ്മൾ കണ്ടു. ഈ ഒരു എന്താ പറയുക, സമരത്തിൻ്റെയും അതിലുണ്ടായൊരു വിജയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ കുറേക്കൂടെ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഒരു പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ രൂപമായിട്ട് CJP മാറാനുള്ളൊരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു വലിയ തോതിൽ അഗ്രസീവായി നിൽക്കാറുള്ള ദേശീയ മാധ്യമങ്ങൾ ഒരു തരത്തിലും ഈ കാര്യത്തിൻ്റെ ഒരു പ്രാധാന്യത്തിനനുസരിച്ച് ഇത് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയില്ലായ്മയും മാധ്യമങ്ങളുടെ അവഗണനയെയും എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന അതിൻ്റെ ഒരു പ്രാഥമികമായ ലക്ഷ്യം കൈവരിക്കുക എന്ന അവസ്ഥയിലേക്ക് ഈ സമരം എത്തുന്നത് എന്ന് കാണണം. ഇനി അങ്ങോട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഏത് വിധത്തിലായിരിക്കണം എന്ന് യുവാക്കൾ തീരുമാനിക്കുമോ ഈ രാജ്യത്ത് എന്ന ചോദ്യം കൂടി അവശേഷിപ്പിക്കുന്നുണ്ട് CJPയുടെ ഈ പ്രക്ഷോഭം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.